ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. നല്ല ആപ്പിൾ പോലെ നല്ല ചുവന്നിരിക്കുന്ന ചെറുപ്പഴമാണ് കേട്ടോ. ഉണ്ടോ, കുഞ്ഞൊരു ആപ്പിളിൻ്റെ ഷേപ്പൊക്കെ ഇല്ലേ. അപ്പോൾ നമുക്ക് ഈ മുതലിനെ വെച്ച് ഒരു അച്ചാറിട്ടാലോ? നമുക്ക് നോക്കാം അല്ലേ ഇങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം ഞാനിത് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് വരിഞ്ഞു വെച്ചിട്ടുണ്ടേ. അപ്പം നമുക്ക് ഇവനെ അച്ചാറുള്ള പണിപ്പുരയിലേക്ക് പോവാം. അപ്പം നമ്മുടെ എണ്ണ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ചെറുപറ എന്ന് കടുക് പൊട്ടുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉലുവായും കൂടി ഇങ്ങിട്ട് കൊടുക്കാവേ. ഇച്ചിരി കുറച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമുക്ക് കൂട്ടി വെക്കാം കേട്ടോ. നമ്മുടെ ഇത് ഇഞ്ചി വെളുത്തുള്ളി അത്യാവശ്യം മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരിതള് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കാന്താരി മുളക് കൂടെ ആഡ് ചെയ്യാവേ. നമ്മളിതിനെ ചെറുപ്പഴം എന്ന് പറയുന്നത്. ഇതിന്റെ ഒറിജിനൽ നെയിം ആർക്കെങ്കിലും അറിയാമെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് തീ കുറച്ചിട്ട് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യാം. നമുക്ക് അച്ചാർ കൂടെ ഇടാവേ. ഇതിന് അത്യാവശ്യം പഴത്തിന് വലിയ പുളിയില്ല, പച്ചയ്ക്ക് നല്ല പുളിയുണ്ട് കേട്ടോ. അതുകൊണ്ട് നോക്കി ഒരു 2-3 ടീസ്പൂണോളം അച്ചാർ പൊടി ഇടാം. പിന്നെ ഒരു ലേശത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കുറച്ച് മാത്രം കേട്ടോ മല്ലിപ്പൊടി. പിന്നെ നമ്മുടെ സ്പെഷ്യൽ പൗഡർ കൂട്ടും കൂടെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ സ്പെഷ്യൽ പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. നമുക്ക് നമ്മുടെ കായപ്പൊടിയും കൂടെ കുറച്ചിട്ട് കൊടുക്കാവേ. ബാക്കി നമുക്ക് പിന്നിടാം. നമ്മുടെ കോഴിക്കും കൂടെ വീഡിയോക്കകത്ത് കൂടണമെന്ന് തോന്നുന്നു. അവർ ഉറക്കടന്ന് ഭയങ്കരമായിട്ട് പൊക്കി ഒച്ച വെക്കുന്നുണ്ട് കേട്ടോ. അവരായിട്ട് എന്തിനാ കുറയ്ക്കുന്നത് അല്ലേ. ഇനി നമ്മുടെ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ ടൈമിൽ തീ കുറച്ച് വെക്കണം കേട്ടോ. നമ്മുടെ ഈ പൊടി നന്നായിട്ട് മൂത്തെങ്കിൽ അച്ചാറിന് രുചിയും വരുള്ളൂ, അച്ചാർ കേടാകാതെ ഇരിക്കുള്ളൂ. നമ്മുടെ ഈ ഒരു വേനൽക്കാലത്താവട്ടെ ഈ ചെറുപ്പഴത്തിന്റെ സീസൺ ടൈം. ഇത് സീസണിൽ മാത്രമേ നമ്മൾ കായ്ക്കുള്ളൂ കൂടുതലായിട്ട്, അല്ലാതെ 1-2 എണ്ണമൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് നിറച്ചും കായ്ക്കുന്ന ഇങ്ങനെ ഈ ഒരു തണുപ്പുള്ള ടൈമിലാണ്. ഇട്ടുവാണെങ്കിൽ എല്ലാവരും ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ പൊടിയൊക്കെ ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ചുവന്നിരിക്കുന്ന ചെറുപ്പഴത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശ്രദ്ധിക്കണം, തീ കുറച്ച് വെക്കണം കേട്ടോ. ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത്
നമ്മൾ ഇതിന് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്തൊന്ന് മൂടി വെക്കാവേ. ഉപ്പ് ആഡ് ചെയ്തിട്ട് ഉപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. കുറച്ചിടുന്നുണ്ട്, കാരണം വെച്ചിരുന്നു അത്യാവശ്യം ചെറിയ പുളി ഉള്ളതുകൊണ്ട്. പിന്നെ ഒരു 2 കറിവേപ്പിലയുണ്ട്. കുറെ പേര് ചോദിച്ചാൽ അച്ചാർ കേടാകാതിരിക്കാൻ എങ്ങനെയാണ്? അച്ചാർ കേടാകാതിരിക്കാൻ ഒന്ന് മെയിനായിട്ട് നമ്മൾ എടുക്കുന്ന പാത്രങ്ങളെല്ലാം വെള്ളമയം ഇല്ലാതെ നല്ല ഉണങ്ങിയ പാത്രങ്ങളായിരിക്കണം. അത് അച്ചാർ ഇടാൻ എടുക്കുന്ന പാത്രമാണെങ്കിലും നമ്മൾ എടുക്കുന്ന പാത്രമാണെങ്കിലും ഇട്ട് വെക്കുന്ന പാത്രമാണെങ്കിലും. പിന്നെ നമ്മൾ അച്ചാർ ഇടുമ്പോൾ വെള്ളം ഉപയോഗിക്കാതിരിക്കാം. അതായത് നമ്മൾ ചിലർ പറയും തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എങ്കിലും അത് ഒത്തിരി നാളൊന്നും ലാസ്റ്റ് ഇനി വരാം. പിന്നെയുള്ള നമ്മൾ ബൗളിലിട്ട് വെക്കുമ്പോൾ ബൗൾ നല്ല ഫില്ലാക്കി, അതായത് ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇട്ട് വെക്കുക എന്നുള്ളതാണ് നടക്കുക. നമുക്ക് ഇച്ചിരി നേരം ഒന്ന് മൂടി വെക്കാം. അരപ്പിനകത്ത് കയറി ഇവിടെ ഒന്ന് വേകട്ടെ. കേട്ടോ, നമുക്ക് നമ്മുടെ പരിവ് തന്നെ ഒന്ന് തുറന്ന് നോക്കാം അല്ലേ. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ല, ഇതിന്റെ ചാറ് തന്നെ ഇറങ്ങി കണ്ടോ. ആവശ്യത്തിനുള്ള വെള്ളമായി. ഇവന് ഒരു റെഡ് കളർ ഉള്ളതുകൊണ്ട് ഇവിടെ അച്ചാർ കാണുമ്പോ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല കളറുമായേ. നമുക്കിനി എളുപ്പമാകട്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വലിയ താമസമൊന്നുമില്ല. ഒരു ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് റെഡിയാക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. കാണാനും നല്ല രസമുണ്ടല്ലേ. ആ ഒരു പച്ചയും റെഡും ആ ഒരു ചനച്ചേൻ്റെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ്, ഉണക്കത്തെ ഒരു ഷെയ്ഡ് എല്ലാം കൂടെ കൂട്ടി നല്ല രസമുണ്ട് കാണാം. നമുക്ക് ഇതിനകത്തേക്ക് ലേശം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ ഷുഗർ. പിന്നെ നമ്മുടെ അച്ചാറിന്റെ മെയിൻ ഐറ്റം, ഇനിയിപ്പോൾ നമുക്ക് ഒത്തിരി വിനാഗിരി ഒഴിക്കേണ്ട ആവശ്യമില്ല, വെച്ചാൽ ഓൾറെഡി ചാറുണ്ട്. ഇതിനും ആവശ്യത്തിനുള്ള പുളിയുണ്ട്. ഒരു അച്ചാറിന്റെ ആ ഒരു ടെക്സ്ചറിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് ഈ കൂട്ടി വെക്കാവേ. ഏകദേശം നമ്മുടെ അച്ചാർ ഇതേ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്ക് വാങ്ങണേ. കാരണം എന്ന് വെച്ചാൽ ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകും. അപ്പം ഞാൻ തീ അങ്ങോട്ട് കുറച്ച് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ പൗഡർ ഉണ്ടല്ലോ അതും കുറച്ച് തൂളി. ഈ ഒരു പൗഡറിന്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ അച്ചാർ നമ്മൾ ഇപ്പോഴല്ല, ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇതിന്റെ ആ ഒരു സ്മെല്ലാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കായപ്പൊടി, നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അടിപൊളിയായല്ലേ. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ ലൗലോലിക്ക അല്ലെങ്കിൽ ചീമനെല്ലിക്ക എന്നൊക്കെ പറയാതെ അതിന്റെ ഒരു ടേസ്റ്റ്, അതിന്റെ ഒരു ചെറിയ ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ എക്സാക്റ്റ് ആ ടേസ്റ്റ് അല്ല കേട്ടോ. പക്ഷെ ഒരു വേറൊരു നല്ല രുചിയാണ്.
വലിയ പുളിയില്ല, എനിക്ക് ആവശ്യത്തിനൊരു പുളിയുണ്ട് താനും. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത്, സാധനം കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ അച്ചാർ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ.